നമസ്കാരം പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവന്റെ ചിന്തകൾ പോലെ എന്ന നമ്മുടെ യാത്രയുടെ 2ാം അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലായിരുന്നു, അല്ലേ? നമ്മുടെ സ്വഭാവം നമ്മുടെ ചിന്തകളുടെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ പുറം ലോകത്തെ മാറ്റാൻ കഴിയുമോ? നമ്മുടെ സന്തോഷത്തെയും ദുരിതങ്ങളെയും സമ്പത്തിനെയും ദാരിദ്ര്യത്തെയും നിയന്ത്രിക്കാൻ മാത്രം ശക്തമാണോ നമ്മുടെ ചിന്തകൾ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജെയിംസ് ആലൻ ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷേ ഈ ആശയം ആദ്യമായി കേൾക്കുമ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം. പക്ഷെ ഒരു തുറന്ന മനസ്സോടെ നമുക്കിത് കേട്ടുനോക്കാം. ഈ അധ്യായത്തിന്റെ പേര് ചിന്തകൾ സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന വിധം. ജെയിംസ് ആലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു വിത്തിനോടുപമിക്കാം. ആ വിത്തിൽ എന്താണോ ഉള്ളത് അതുപോലെയുള്ള ഒരു ചെടിയെ അതിൽ നിന്ന് മുളപൊട്ടി പുറത്തേക്ക് വരികയുള്ളൂ. അത് ഒഴിച്ചുവെക്കാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലെ ഓരോ ചിന്തയും, അത് നല്ലതായാലും ചീത്തയായാലും, വൈകാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായി പുറത്തേക്ക് വരും. നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകുന്നു, ചീത്ത ചിന്തകൾ ചീത്ത ഫലങ്ങളും. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ ഒരു കണ്ണാടി മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ്. ഇതിനർത്ഥം ഒരു മനുഷ്യൻ ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ ഉള്ളിലെ ചിന്തകളുടെ പൊരുത്തക്കേടുകളാണ്. അതുപോലെ ഒരു മനുഷ്യൻ സന്തോഷവാനാണെങ്കിൽ അത് അവന്റെ ചിന്തകളുടെ ശരിയായ ചേർച്ചയുടെ ഫലമാണ്. ഇതൊരുപക്ഷെ കേൾക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമായിരിക്കാം. കാരണം നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെയും നമ്മുടെ സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്താനാണ് നമുക്ക് എല്ലാവർക്കും എളുപ്പം. എൻ്റെ വിധി ഇതാണ്, അവർ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാനാണ് നമുക്കിഷ്ടം. എന്നാൽ ജെയിംസ് ആലൻ പറയുന്നത്, മനുഷ്യൻ എപ്പോഴും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ സത്യത്തിൽ അവൻ തന്നെയാണ് ആ സാഹചര്യങ്ങളുടെ ശില്പി എന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടും ഓരോ ദുരിതവും നമ്മുടെ തന്നെ തെറ്റായ ചിന്തകളുടെ ഫലമാണ്. ഇതൊരു ശിക്ഷയല്ല, മറിച്ചൊരു സ്വാഭാവികമായ അനന്തരഫലമാണ്. നമ്മളൊരു തെറ്റായ വിത്ത് നട്ടാൽ ഒരു മോശം ചെടി വളരുന്നത് പോലെ തന്നെയാണിത്. ആ പ്രകൃതി നിയമം പോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തിക്കുന്നതും. ഇതിലെ ഏറ്റവും നല്ല വാർത്ത എന്താണെന്നറിയാമോ? നമ്മുടെ ദുരിതങ്ങളുടെ എല്ലാം കാരണം നമ്മുടെ ഉള്ളിലാണെങ്കിൽ അതിനെ മാറ്റാനുള്ള ശക്തിയും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മൾ നമ്മുടെ ചിന്തകളെ മാറ്റാൻ തയ്യാറായാൽ മതി. നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പതിയെ പതിയെ മാറി തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു നിമിഷം ഒന്ന് ആലോചിച്ചാലോ? ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആ സാഹചര്യത്തിൽ മറ്റുള്ളവരിലേക്കോ പുറത്തേക്കോ വിരൽ ചൂണ്ടുന്നതിന് പകരം ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചാലോ? എന്റെ ഏത് ചിന്തയായിരിക്കാം ഈ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എന്ന് സ്വയം ചോദിക്കുന്നത് ഒരു വലിയ തുടക്കമായിരിക്കും. ഇത് സ്വയം കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ആ ശക്തി നമ്മുടെ കയ്യിലാണെന്ന് തിരിച്ചറിയാനാണ്. ജെയിംസ് ആലൻ മനോഹരമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ അതിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കും, അല്ലേ? നല്ല സാധനങ്ങൾ ഉപയോഗിക്കും. ഇനി ആ വീട് ഇടിഞ്ഞു വീണാൽ നമ്മൾ കല്ലിനെയോ സിമന്റിനെയോ കുറ്റം പറയുമോ? ഇല്ല, പ്ലാനിന്റെയോ പണിയുടെയോ കുഴപ്പമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന വീട് പണിയുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിക്കാറുണ്ട്? ചിന്തകൾ ആകുന്ന പ്ലാൻ ഇല്ലാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് ജീവിതം തകരുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ പണിയേണ്ടത് നമ്മുടെ സ്വഭാവമാകുന്ന ഒരു മനോഹരമായ സൗധമാണ്. നമ്മുടെ ചിന്തകളെ ചിട്ടപ്പെടുത്തി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തുള്ള ജീവിത സാഹചര്യങ്ങൾ തനിയെ മെച്ചപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓർക്കുക, ചിന്തയും ലക്ഷ്യവും ഒന്നിക്കുമ്പോഴാണ് ക്രിയാത്മകമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ലക്ഷ്യമില്ലാത്ത ചിന്തകൾക്ക് ഒരു വിലയുമില്ല. ഭൂരിഭാഗം ആളുകളും ജീവിതമാകുന്ന ഈ വലിയ സമുദ്രത്തിൽ ചിന്തകളാകുന്ന തോണിയെ ഒരു ലക്ഷ്യവുമില്ലാതെ നിയന്ത്രണമില്ലാതെ ഒഴുക്കിവിടുകയാണ്. അവസാനം ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും പാറക്കെട്ടുകളിൽ തട്ടി ആ തോണി തകരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതമായ ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യത്തെ നിങ്ങളുടെ ചിന്തകളുടെ കേന്ദ്രബിന്ദുവാക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: നമ്മൾ സാഹചര്യങ്ങളുടെ അടിമകളല്ല, യജമാനന്മാരാണ്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ രൂപപ്പെടുത്താം. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കാൻ അതിന് കഴിയുമോ? രോഗത്തെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ മനസ്സിനെന്ത് പങ്കാണുള്ളത്? അതിനെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ രഹസ്യം അറിയാനായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ യാത്രയിൽ തുടർന്നും പങ്കുചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും നിങ്ങളുടെ ചിന്തകളാകുന്ന പൂന്തോട്ടത്തെ മനോഹരമായി പരിപാലിക്കുക. നന്ദി.